ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യ പ്രോസസ് സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ്, സെക്കൻഡ് ടെസ്റ്റ്, പിന്നെ ആഷസ് ടെസ്റ്റ്, പിന്നെ ഇന്ത്യയെ വേഴ്സസ് ബംഗ്ലാദേശിയെ ഇന്ത്യ ആ കളി നേരത്തെ കളി തോറ്റും. അതിനെ പറ്റി നമ്മൾ പറയുന്നത്. വെൽക്കം ടു പോഡ്കാസ്റ്റ് ഓൺ ദ റോഡ്സ്. ആൻഷസിൽ അന്നത്തെ ദിവസം തന്നെ 19 വിക്കറ്റ് പോയുള്ളൂ, 20 വിക്കറ്റ് പോയില്ല. 10 മിനിറ്റ് സമയം ഉണ്ടായിരുന്നു പോകുമായിരുന്നു, പക്ഷേ നടന്നില്ല. അങ്ങനെ അടുത്ത ദിവസം ഉച്ചയായപ്പോൾ തന്നെ കളി വന്നു. ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ അശ്വിൻ ക്ഷണിച്ചിരിക്കും. തൂക്കിയല്ലോ നാഥ. ബാസ്കറ്റ്ബോൾ കളിക്കാനായിരുന്നു എനിക്കൊന്നും ഇംഗ്ലണ്ടിൻ്റെ ഒരു പ്ലാൻ. ബട്ട് ഉച്ച സ്റ്റാർട്ട് സമ്മതിച്ചില്ല. ബട്ട് ഹെഡ് എന്താണോ 2023 വേൾഡ് കപ്പ് ഇന്ത്യയിലൂടെ എന്താണോ ഹെഡ് ചെയ്യുന്നത് അത് തന്നെയായിരിക്കും ഡ്രസ്സിംഗ് റൂമിൽ പറഞ്ഞത്. ദേവതീക്കുണ്ട്, അത് ബെൻ സ്റ്റോക്സ് അല്ല, അത് രോഹിത് ശർമ്മ പോയി ബാറ്റ് ചെയ്തു. ആ പ്രാന്ത അടിയോടടി ബാസ്കറ്റ്ബോളിൻ്റെ അപ്പുറത്തുനിന്ന് T20 കളിച്ചു. സെക്കൻഡ് ഇന്നിങ്സ് അത് എങ്ങനെയാണ് ആ പിച്ച് കളിച്ചത്? വെറും 200+ ടോട്ടൽ ഉള്ള ഒരു പിച്ചിൽ അല്ല വേണ്ട ഒരു ഇന്നിങ്സിൽ അത് ആ പിച്ചിൽ എങ്ങനെയാണ് കളിച്ചത്? എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്, ഇംഗ്ലണ്ട് എന്താണ് ബാസ്കറ്റ്ബോളോട് ഉദ്ദേശിച്ച് മനസ്സിലാവുന്നില്ല. അവർ എന്തൊക്കെ അയർലൻഡിലൂടെ ജയിച്ചില്ലേ? ഓക്കെ, പറയാൻ പറ്റില്ല. ജയിക്കുന്നുണ്ട് അവിടെ ഇവിടെ ജയിക്കും, സീരിയസ് നോക്കുന്നുണ്ടല്ലോ. പിന്നെ എടുത്ത് പറയാനുള്ളത് ഓസ്ട്രേലിയ. ഓക്കെ, ഇംഗ്ലണ്ട് ഔട്ടായ ബാസ്കറ്റ്ബോളാണ് കാണിച്ചിട്ടെന്ന് പറയാം. ഓസ്ട്രേലിയ എന്ത് കാണിച്ചിട്ട് ഔട്ടായിരുന്നു? പക്ഷെ അങ്ങനെ മിച്ചൽ സാറിന് എടുത്തത് നന്നായി ബോൾ ചെയ്തു, അല്ലെങ്കിൽ ബോൾ ചെയ്തു, ബോളറിന് അതിൻ്റെ മോശം പറയുന്നില്ല. പിന്നെ എടുത്ത് പറയാനുള്ളത് കുറച്ച് മീഡിയം ബോയ്സ് ഉണ്ട്. ഫസ്റ്റ് ടെസ്റ്റിൽ 15 വിക്കറ്റ് പോയി. 15 വിക്കറ്റ് പോലും അതിൽ എന്തൊക്കെ ഓർമ്മ. ഇന്ത്യ ഇങ്ങനെയാണ് 15 വെച്ച് RIP എന്ന് പറഞ്ഞിട്ട് അവർ മാറി. ഇന്ന് അവന്മാർ കൈയടിക്കും. ഫസ്റ്റ് 19 മിനിറ്റ് ഇതൊക്കെയാണ് ടെസ്റ്റ് എടുത്തിട്ട്. ഇത് ഡബിൾ സ്റ്റാൻഡേർഡ്സ് നമുക്ക് മാറ്റിയേ പറ്റുള്ളൂ. ചാനൽ പ്രത്യേകം നോട്ട് ചെയ്യണം. നിങ്ങൾ കളിക്കുമ്പോൾ അബ്സല്യൂട്ട് ക്രിക്കറ്റ്, നമ്മൾ ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് ഭരിക്കുന്നു. ഭയങ്കര മോശമാണ് ഡബിൾ സ്റ്റാൻഡേർഡ് എന്നിട്ട് സ്പിന്നർമാർക്ക് കളിക്കണ്ടേ. അതെ, ആവേശം മികച്ച കാര്യമാണ്. എനിക്ക് എന്തുകൊണ്ടാണ് സ്പിന്നിങ് ഇത്ര പിച്ച് വരുന്നത്? കാരണം നമ്മളിപ്പോൾ നീൽ ടൈസൺ ആ പുള്ളിക്കാരന് പറഞ്ഞ വീഡിയോകളുടെ കാര്യം ഞാൻ പറയുന്നത്. സോ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഇക്വറ്ററിൽ വരുന്ന എല്ലാ റീജിയനും മരുഭൂമിയാവേണ്ടതാണ്. അതിൽ കൂടെയാണ് ഇന്ത്യയിൽ പോകുന്നത്. ഇന്ത്യ മാത്രം എക്സെപ്ഷൻ ആയിട്ടുള്ളത്. അപ്പം അങ്ങനെ വന്ന ഇത്തരം മോയിസ്റ്റ് മഴ വരുന്നുണ്ട്. അപ്പോൾ മോയിസ്റ്റ് ഇത്തരം ചൂടുള്ളതുകൊണ്ട് സ്വാഭാവികം ടാക്സി വരും, സ്പിന്നറിന് എന്ത് ചെയ്യും? അനുകൂലമായിട്ട് വരും. നമ്മുടെ BCCയുടെ കുഴപ്പമില്ല, നമ്മുടെ കാലാവസ്ഥ അതാണ്. പിന്നെ BCC എടുത്ത് പറയാത്തുണ്ട്, ഗവൺമെന്റ് കാര്യം പറയുന്നില്ല. ഇവിടെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടൊക്കെ പിക്ചർ ജയിച്ചത്. അതെ, എന്നിട്ട് ആ പിക്ചർ ഒക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ഇതായിരുന്നു, കാരണം സ്പിന്നറിനെ കളിപ്പിക്കുക, നല്ല വിക്കറ്റ് കിട്ടുക. പക്ഷെ പ്രശ്നം വന്നത് ഇന്ത്യക്ക് ഒരു ബാറ്റർ കളിക്കാനുള്ള ബാറ്റർ ഇന്ത്യക്ക് ഉള്ള ബാറ്റർ കഴുത്തൊഴുകി റിലേഷനുമായിട്ട്. ഞാൻ ഹർഷദാനെ കുറ്റം പറയുന്നില്ല, കാരണം പുള്ളിക്കാരൻ ഇതിൽ എമർജൻസി സീരീസിൽ ഇതുവരെയുള്ള ടോപ്പ് വിക്കറ്റ് ടേക്കറാണ്. 15 വിക്കറ്റോട് ഉണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരെ നമ്മൾ കുറ്റം പറയാറുണ്ട്. പുള്ളിക്കാരെ മോശം കളിക്കുമ്പോൾ നല്ലത് നമ്മൾ പറയുന്നുണ്ട്, 1.5 ലക്ഷം നല്ലത് പറയുന്നുണ്ട്. എനിക്ക് അടുത്ത് പറയാനുള്ളത് ജഡേജ് ശർമ്മയെ പറ്റിയാണ്. സൂപ്പർ ഓവർ എത്തിയിട്ട് നമ്മുടെ യങ്ങസ്റ്റ് പ്ലെയർ സ്കോഡിലുള്ള സീനിയർ പ്ലെയറായ ജിതേഷ് ശർമ്മ ചെയ്തത്. ജിതേഷ് ശർമ്മ, രമൺദീപ് സിംഗ്, നമൻദീർ 3 പേരുമാണ് സൂപ്പർ ഓവർ കളിക്കാനായിട്ട് പോകുന്നത്. നമൻദീറിനെ പറയുന്നില്ല, കാരണം പുള്ളിക്കാരൻ നോൺ സ്ട്രൈക്കിൻ്റെ ആയിരുന്നു. പുള്ളിക്കാരെ കുറ്റം പറയാനായിട്ട് പുള്ളിക്കൊന്നുമില്ല, പുള്ളിക്കാരെ കളിച്ചില്ല. പുള്ളിക്കാരനാണ് സ്കോർ കയറിയത്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, കാരണം പുള്ളിക്കാരനെ പറ്റി പറയുന്നില്ല. എനിക്ക് പറയാനുള്ള ജിതേഷ് ശർമ്മ എന്തിനാണ് ജിതേഷ് ശർമ്മയും രമൺദീപ് സിംഗിനെയും ഇതിൽ 3 പേരും ലിസ്റ്റ് ഇട്ടത്? 3 പേരും ഫിനിഷേഴ്സാണ്. IPL ടീംസിനും ഫിനിഷേഴ്സാണ്. ഓക്കെ, അതൊക്കെ ഓക്കെ. ഇത്രയും കഷ്ടപ്പെട്ട് മൈക്രോ സോയിൽ കഴിച്ചു 200 കൂടുതൽ റൺ എടുത്തിട്ടുണ്ട്. 14 വയസ്സായിട്ടുള്ള പുള്ളിക്കാരൻ. ഇനി പ്രിയൻഷ് ആയിരിക്കും. അപ്പോൾ പുള്ളിക്കാരൻ പ്രസിഡന്റ് കരച്ചു കയറുന്നത് അത് ചെയ്യണം. അയ്യോ ബംഗ്ലാദേശ് ജയിച്ചു, അത് കേൾക്കുന്നത്. പിന്നെ എനിക്ക് എടുത്ത് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ജിതേഷ് ശർമ്മ ഔട്ടായിരുന്നു. കണ്ട ജിതേഷ് ശർമ്മ ഔട്ടായിരുന്നു. ഒരു ആവശ്യമില്ലാത്ത ഷോട്ടായിരുന്നു. മര്യാദയ്ക്ക് ബാറ്റ് വെച്ചാൽ 8 4 പോയിരുന്നു.